ഇതിന് റംബൂട്ടാനെല്ലാം പഴുത്തിട്ട് പറിച്ചു കൊടുക്കാതെ എന്നെ പറഞ്ഞാൽ ഇത് എടുക്കാൻ ആളില്ല, വാങ്ങിക്കാൻ ആളില്ല. ഒരു അന്വേഷണവും വരുന്നില്ല ഇപ്പൊ. ആണോ? അതെന്ത് പറ്റി? എന്താണെന്നറിയില്ല. സീസൺ ആരംഭിച്ചതല്ലേ ഉള്ളൂ. സീസൺ ആരംഭിച്ചു തുടങ്ങി പലയിടത്തും. ഇതിപ്പം വലയിട്ട് നിൽക്കേണ്ട സമയമായതാ. ഈ ആളെ എടുത്താലല്ലേ ഇത് വലയിടുള്ളൂ. ഇവിടെ ഒരു 2-3 ഏക്കർ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതാ. ആരും വരുന്നില്ല. വരുന്നവരൊക്കെ പറയുന്നത് 60 രൂപ എന്നൊക്കെയാ പറയുന്നവര്. എങ്ങനെ ഇത് മുതലാവും? കഴിഞ്ഞ വർഷം എത്ര രൂപ ഉണ്ടായിരുന്ന? കഴിഞ്ഞ വർഷം 120 രൂപ 140 രൂപ വരെ മാക്സിമം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വ്യാപകമായതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയുന്നില്ല, എടുക്കാൻ ആളില്ല ഇപ്പൊ. അല്ലെങ്കിൽ യുദ്ധമായിട്ട് വല്ലതും ബന്ധപ്പെട്ടാണോ? യുദ്ധമായിട്ട് പുറത്തോട്ടൊക്കെ വളരെ കുറച്ചാണ് കയറി. ഇത് ബാംഗ്ലൂര് മദ്രാസൊക്കെയാണ് കൂടുതൽ പോകുന്നത്. പക്ഷെ നടക്കുന്നില്ല ഇപ്പം. അന്വേഷണമില്ല. മാമ്പഴത്തിനൊന്നും വിലയില്ല. അത് യുദ്ധമായിട്ട് ഇതായി പോയതാണ് അല്ലേ? അപ്പൊ അതുകൊണ്ടായിരിക്കാം. എന്താണെന്നറിയില്ല. ഇക്കൊല്ലം റംബൂട്ടാൻ കൃഷിക്കാരെല്ലാം പെട്ടുപോകുന്ന ലക്ഷണം കാണുന്നത്. എന്നാ കർഷകന് പണിയാകുന്ന ലക്ഷണം കാണുന്നത്. ഇപ്പം റബ്ബർ വെട്ടി മാറ്റി വ്യാപകമായിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സാധ്യതകൾ മങ്ങുവാണോ? അങ്ങനെ ഒരു രീതിയിലോട്ടാണ് ഇപ്പൊ വരുന്നത്. ഒന്നെങ്കിൽ നിപ്പയാന്നും പറഞ്ഞ് വാവല് വരുന്നു പറഞ്ഞവർക്ക് അന്നേരം വില കുറഞ്ഞു. ഇതൊക്കെ ഇപ്പം മലയിട്ട് നന്നായിട്ട് പഴുക്കുന്നത്. ഇപ്പൊ 3/4 ഭാഗം പഴുപ്പായതാ. ഇത് മുഴുവൻ പക്ഷി കൊണ്ടുപോവുകയാണ് മുഴുവൻ. ഇത് എത്ര വർഷമായതായി റംബൂട്ടാൻ ചെടി? ഒരു 8 കൊല്ലം ആയതാ. 8 വർഷം മുമ്പ് ചെയ്തു അല്ലേ? ഇത് ഏതാ ഇനം? ഏതാ ഇത്? N80. ആ ഒരു വെറൈറ്റിയാണ്. അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലോ. ഉണ്ടുണ്ട്. മുഴുത്ത കായല്ലേ? കായൊക്കെ നല്ലതാണ്. പക്ഷെ എടുക്കാൻ ആളില്ല. ഇപ്പോഴത്തെ ഒരു ഭയങ്കര പ്രശ്നമാണിത്. എത്ര ചെടിയുണ്ട് നമുക്ക് ഇവിടെ? ഇപ്പൊ ഞങ്ങൾക്കൊരു 3 ഏക്കറിലുണ്ട്. 3 ഏക്കറിലുണ്ട്. 3 ഏക്കർ കൃഷിയുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിനോദിച്ചേട്ടനെ ബന്ധപ്പെടാം അല്ലേ? ആ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 94 46 126 122.